ഓണം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ ചൂട് പിടിച്ച ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണമായത് ഒരു ഉസ്താദിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണമാണ്. ചിലരൊക്കെ ആ ഉസ്താദിനോടുള്ള വാശി തീർക്കാൻ എന്നോണം ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരുങ്ങിക്കെട്ടി ചാടാനും തുള്ളാനും ഡാൻസ് കളിക്കാനൊക്കെ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓണം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊണ്ട് മാറി നിൽക്കാം, അതല്ലാത്തവർക്ക് അത് ആഘോഷിക്കുകയും ചെയ്യാം. ഓണം കേരളത്തിൻ്റെ പൊതുവായ ആഘോഷമാണോ അല്ല ഓണത്തിന് ഏതെങ്കിലും മതപരമായ പിന്തുണയോ ബന്ധമോ ഉണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണം ആഘോഷിച്ചിരുന്നത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരന്നത്തെ ദിവസം പ്രത്യേകമായി ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും അവർക്ക് പൂജ നടത്തുകയും ഓണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സദ്യകളും ഓണക്കോടികളും ഉടുത്തുകൊണ്ട് മാവേലിയെ വരവേൽക്കുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അതിന് കൃത്യമായൊരു ആരാധന സ്വഭാവമുണ്ട്. അത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അന്നത്തെ ദിവസം ഏറെ ശ്രേഷ്ഠതയോടുകൂടി കാണുകയും ഏറെ ഭക്തിയോടുകൂടി ആചരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് ഓണാഘോഷം എന്നുള്ളത്. എന്നാൽ കുറച്ചു കാലമായിട്ട് ഓണം എന്നത് കേരളത്തിൻ്റെ പൊതു ആഘോഷമാണെന്നും അതിന് മതപരമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഓണം ആഘോഷിക്കുന്നതും. എന്ന് മാത്രമല്ല, പഴയ പോലെയല്ല, ഏറെ ഭക്തിയോടെയും ഏറെ ശ്രേഷ്ഠതയോടെയും കണ്ടിരുന്ന ഓണവും ഓണാഘോഷ പരിപാടികളും ഇന്ന് ഏറെ മാറി ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. DJ-യും ഡാൻസും ആട്ടവും ചാട്ടവുമൊക്കെ ആയിട്ട് പഴയ ആ ഓണ സെറ്റപ്പിൽ നിന്നൊക്കെ മാറി പുതിയ കാലത്തെ ജെൻസി പിള്ളേർ, പ്രത്യേകിച്ച് തട്ടമിട്ട ഉമ്മച്ചി കുട്ടികളൊക്കെ ആ ഓണത്തെ വല്ലാതെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഓണാഘോഷം ഹിന്ദുവിൻ്റെയും പെരുന്നാൾ ആഘോഷം മുസ്ലിമിൻ്റെയും ക്രിസ്തുമസ് ആഘോഷം ക്രിസ്ത്യാനിയുടെയും ഇങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അതങ്ങനെ തന്നെയാണ്. എന്നാൽ ഇന്ന് ചിലർക്ക് മതേതരത്വവും മതസൗഹാർദ്ദമൊക്കെ തെളിയിക്കാൻ വേണ്ടി എല്ലാ മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങളിലും പങ്കാളികളായി നമ്മൾ ഇങ്ങനെയാണ്, ഇത് കേരളമാണ്, കേരളം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുതരം പുതിയ മതസൗഹാർദ്ദം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ചില ആളുകൾ. കേരളം അന്നും ഇന്നും ഇനി എന്നും മതേതരത്വവും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് വേറൊരു മതവിഭാഗത്തിൻ്റെ ആരാധനകളിൽ പോയി പങ്കാളിയാകേണ്ട ആവശ്യം ആർക്കുമില്ല. നമ്മൾ ഏതൊരു മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ ആളുകളും നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത് ഈ രൂപത്തിലുള്ള മതസൗഹാർദ്ദം തന്നെയാണ്. അവരൊക്കെ ഏത് വിശ്വാസമാണോ മനസ്സിൽ ഉറപ്പിച്ചത് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും മനസ്സ് കാണിക്കുകയും പരസ്പരം സഹായിക്കുകയും സൗഹൃദങ്ങൾ പങ്കിടുകയും ചെയ്ത് ആ രൂപത്തിലാണ് നമ്മുടെ മുൻഗാമികൾ ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്തിയതും ആ രൂപത്തിലാണ് അവർ മുന്നോട്ട് പോയതും. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ ആരാധനകളിൽ പോയി ഇടപെടുന്നത്? മതങ്ങൾ തമ്മിലുള്ള കൈമാറ്റമല്ലല്ലോ മതസൗഹാർദ്ദം എന്നുള്ളത്. നാം വിശ്വസിക്കുന്ന മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതോടൊപ്പം മറ്റുള്ളവർ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, അതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വിഭാഗത്തിൻ്റെ, ഒരു ഹിന്ദു വന്നിട്ടൊരു മുസ്ലിമിൻ്റെ, അല്ലെങ്കിൽ മുസ്ലിം വന്നിട്ടൊരു ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ആരാധനകളിൽ ഇടപെടുക എന്ന് പറയുന്നത് അത് ഏറ്റവും മോശമാണ്. ആ മതത്തോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയാണ്. അവരുടേതായ ആരാധനകൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. അത് നമ്മളെന്തിനാണ് പോയിട്ട് ഇടപെടുന്നത്? അത് മതസൗഹാർദ്ദമല്ല, യഥാർത്ഥത്തിൽ ആ മതത്തോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ ആശയങ്ങൾ ആദർശങ്ങൾ വിശ്വസിക്കുകയും അതോടൊപ്പം അവരെ ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാനും പരസ്പരം സഹകരിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവുക, അതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അല്ലാതെ മറ്റുള്ളവരുടെ ആരാധന വിഷയങ്ങളിൽ ഇടപെട്ട് ആ മതത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തലല്ല യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം.